നമസ്കാരം. എൻ്റെ പേര് ഷിബു എസ് നായർ, സ്ഥലം കാഞ്ഞിരക്കുളം. നമ്മുടെ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നു. അതിൻ്റെ ഷിപ്പ് വന്നു, ഉദ്ഘാടനം ചെയ്തു. LDFിലെ എല്ലാ നേതാക്കന്മാരും ഉദ്ഘാടനത്തിന് വന്നു. ഞാൻ നിങ്ങളടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു നാണമുണ്ടോ നിങ്ങൾക്ക്? സത്യം. കാരണം ഈ വിഴിഞ്ഞം പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവരുമ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ കടൽ കൊള്ളക്കാരൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്തെ കടപ്പുറത്തെ ദൈവമക്കളെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. എന്തൊക്കെ സഖാവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു. സത്യത്തിൽ നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? നിങ്ങൾക്ക് സത്യത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് സത്യത്തിൽ ഉമ്മൻചാണ്ടി എന്ന ആ വലിയ മനുഷ്യൻ്റെ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് അയാൾ ഇത് ചെയ്തത്. എന്നിട്ട് അന്ന് നിങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടി കടൽ കൊള്ളക്കാരനാണ്, ഉമ്മൻചാണ്ടി കടപ്പുറംകാരന്മാരെ കൊള്ളയടിക്കാൻ പോവുകയാണ്, എന്തെല്ലാം നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ കുടിനാട്ടി. ആ പദ്ധതി ഇപ്പോൾ എല്ലാം ഏകദേശം 90% പണി പൂർത്തിയായി. ഇപ്പോൾ നിങ്ങളവിടെ കൊണ്ടുവച്ചു. സത്യത്തിൽ ഈ തുറമുഖ വകുപ്പ് മന്ത്രി വാസവൻ തള്ളയോടി, ശരിക്കും പറഞ്ഞാൽ ഈ പദ്ധതി വരുമ്പോൾ നീ ആരായിരുന്നു? നീ എന്തായിരുന്നു? നീ വെറും വായിടുകാരനല്ലേ തായോടി? നിനക്ക് നാണമുണ്ടാടാ? വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യരും പിന്നെ അന്നത്തെ പിതാവായിരുന്ന സൂസപ്പായ്ക്കും പിതാവെന്ന് പറയും, ആ മനുഷ്യനോട് ചേർന്നാണ് ഈ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരുന്നത്. അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. എന്നിട്ട് നീയൊക്കെ ഇപ്പോൾ അവിടെ വന്ന് ഈ വൃത്തികെട്ട രാഷ്ട്രീയം, അഴുക്ക തള്ളയോളികളെ, നിനക്ക് നാണമുണ്ടാടാ? ഈ പെറ്റ തള്ളയെ വരെ കൂട്ടിക്കൊടുത്ത് ഈ വാക്ക് മാറുന്ന ഞങ്ങൾ സാധാരണക്കാർ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് സത്യം. ഞങ്ങളത് മാറ്റി പറയില്ല, ഞങ്ങൾ സാധാരണക്കാർ. കാരണം ഞങ്ങൾക്ക് മാനമുണ്ട്. തള്ളയോളി നിനക്കൊക്കെ എന്തൊക്കെ ഉണ്ടാ? അല്ല, നിനക്കൊക്കെ സ്വന്തം പെറ്റ തള്ളയെ വരെ കൂട്ടിക്കൊടുക്കുന്ന തള്ളയോളികളെ, നീയൊക്കെ നാണമുണ്ടാടാ? നീയൊക്കെ കോൺഗ്രസ്സിലെ ഒരു നേതാക്കന്മാരെ വിളിച്ചില്ലെങ്കിലും ഒന്നുമില്ല, പക്ഷേ വിളിക്കേണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. ആ മനുഷ്യൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നത്. പക്ഷേ നിനക്കൊക്കെ സത്യം, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, നിങ്ങളെ കൂടെ ഇരിക്കുന്ന മന്ത്രിമാർ, സത്യത്തിൽ നിങ്ങളൊരു കാര്യം അന്വേഷിക്കണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഭാര്യമാരൊന്ന് ശ്രദ്ധിക്കണം. കാര്യം നിൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന ഭാര്യമാർ കെട്ട കുണ്ടച്ചികളാണ്. കാരണം ഓരോ സമയം വാക്ക് മാറ്റുന്ന നിൻ്റെ കൂടെ കിടക്കുന്നവളെ പിന്നെ എന്ത് മൈരാടാ വിളിക്കേണ്ടേ? അഴുക്കത്തള്ളയുളികളെ. വിഴിഞ്ഞം എന്ന് പറയുന്ന പദ്ധതി, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം നടക്കില്ലായിരുന്നു. ഇന്ന് നീയൊക്കെ ചേർന്ന് ആ കൊടിയും കൊണ്ട് വെച്ച് നീയൊക്കെ ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ്സിലെ നേതാക്കളിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പോലും വിളിച്ചില്ല, ഒരു മനുഷ്യനെ പോലും വിളിച്ചില്ല. എന്നിട്ടും നിനക്കൊക്കെ നാണമുണ്ടാടാ? സത്യം. അഴുക്ക തള്ളയോളികളെ. വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിയൊക്കെ ചെയ്ത ത്യാഗങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. നീയൊക്കെ ഇപ്പോൾ അവിടെ കാണിക്കുന്ന വേലത്തരങ്ങൾ, ഒക്കെ തള്ളയോളികളെ. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആത്മാവ്, ആ മനുഷ്യൻ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അയാൾ ഒന്നുമുണ്ട്. അതുകൊണ്ട് നീയൊക്കെ ഈ വിഴിഞ്ഞം പദ്ധതി എന്നും പറഞ്ഞ് ഉമ്മൻചാണ്ടി കടൽ കൊള്ളക്കാരനെന്ന് വിളിച്ചടാ ഉമ്മൻചാടാ മുഖ്യമന്ത്രി പിണറായി വിജയ, അഴുക്കത്തായോടി, നിനക്ക് നാണമുണ്ടാടാ തള്ളയോടി? സത്യത്തിൽ ഉമ്മൻചാണ്ടി സാറിനോട്, ആ മനുഷ്യൻ്റെ ആത്മാവിനോട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുക, നിന്നോടൊക്കെ ക്ഷമിക്കാൻ വേണ്ടി.